ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ FC Boy Game. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് സൂപ്പർ മാർക്കറ്റ് ജേണി ഗെയിം കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ മൈക്ക് ഗെയിമിങ് കളിക്കുമ്പോൾ ഇതിൻ്റെ ആഡ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് ഒരു ദിവസം കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നു. ഓക്കെ, എന്നാ പേരെഴുതുന്നുണ്ട് നമുക്ക് നമ്മളെ ചാനലിനെ വരുന്ന എഴുതിയല്ലേ ഗൈസ്. FC Boy Gaming 9 ഓക്കെ തമ്പ് ഓക്കെ. ഇതിൽ നമുക്കറിയാലോ, എത്ര വലിയ കാര്യമുണ്ടോ. എന്നാ ബോക്സ് അതെവിടുന്ന സൂണ്. ഓക്കെ അതവിടെ കൊണ്ടുവയ്ക്കാം. എന്തായാലും നമ്മളെ പേര് മാറട്ടെ. ഞാൻ അടിച്ചായിരുന്നല്ലേ നമ്മളെ പ്ലേസാ. ഓക്കെ, അതൊക്കെ അവിടെ വെച്ച് ഓക്കെ. ഇത് വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ട് കിട്ടും. അത് സെറ്റ് പ്രൈസ് കുറച്ച് ഇത്ര മതി. നല്ലോണം കിട്ടണം, കുറച്ച് കുറക്കാമല്ലേ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അടുത്ത ഏത് ഗെയിം കളിക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അവിടെ എന്താ വാങ്ങുന്നുണ്ട് നമുക്കെന്തായാലും. നിങ്ങൾ കട ഓപ്പൺ ചെയ്തായിരുന്നു? ഓപ്പൺ ചെയ്തില്ലേ? 1 രൂപയോ? ഓക്കെ, ബാക്കി കൊടുത്തു. ഓക്കെ, ഏറ്റവും കേട്ടോ ഇങ്ങനെ കൊടുക്കണ്ടേ. അങ്ങനെയാ ഗൈസ്, ഈ 12 രൂപ ഇവിടെ എടുക്കാനായി. ഗൈസ് അങ്ങനെ കൊടുക്കണ്ടേ. ഇങ്ങനെയാ? അതിങ്ങനെ അടിച്ചെടുത്താൽ മതി. ഓക്കെ, ക്യാഷ് 10 രൂപ അല്ലേ. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടറെല്ലാം ഉണ്ട്. ഇത്രയെല്ലാം ഉണ്ടാവും. വേറെ പറയുന്നത് അതാണ് ആഡ് ടു കാർട്ട്. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള വാങ്ങാല്ലേ നമുക്ക്. ഇതിൻ്റെ അകത്ത് കുറച്ച് ആഡ് വരും, അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം ഞാൻ നെറ്റ് ഓഫാക്കിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് ചിലപ്പോൾ നെറ്റ് വേണ്ടി വരും. ഓക്കെ അത് പയ്യെന്ന് പറഞ്ഞ് ഞാൻ ഇഷ്ടമുള്ള പോലെ എന്തൊക്കെയോ മേടിച്ച് കൂട്ടുന്നുണ്ട്. ഓക്കെ, 9x ബൈ ചെയ്യുക. 3x അത് ഇതെല്ലാം വന്നിട്ട് ഇനി ഇവിടെ വെക്കണം. ഇത് പണിയാണുള്ള ഗൈസ്, ഇത് പണിയാണ്. റോഫിൽസ് നമ്മൾ ലൈസ് പോലത്തെ സാധനമല്ലേ ഇത്. ഇതിൻ്റെ പ്രൈസ് പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് ഗൈസ്. ഇതിൻ്റെ അകത്തില്ലേ ഇവന്മാരെ എക്സ്പെൻസീവ് എന്ന് പറയും. അതിനോട് എൻ്റെ ചങ്ങായി പറഞ്ഞാണ്ട് ഇതിൻ്റെ അകത്ത് ഇവന്മാരെ പൈസ കൂടുതൽ അങ്ങനെ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ട് എല്ലാം എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട്. അയ്യോ, ഐഫോൺ എനിക്ക് തിരിച്ചു തരണം. നഷ്ടമായിട്ടാ ഗൈസ്. 3.54 10 രൂപ. നമുക്ക് 3.54 രണ്ടാളോ ഒറ്റ ഇതെല്ലാം എടുത്തില്ല. എന്നാടാ എല്ലാവരും ഒറ്റ ഇതെടുക്കുന്നത്. ഓക്കെ, ഓന് 3.84 ആയിരിക്കും. നമുക്ക് ക്യാഷാ കളിക്കുന്നത്. 0 റുപ്പീസ്. എൻ്റെ മോനെ, ഈ പുണ്ണാക്കാഡ് എങ്ങനെയാ പോകുക ഗൈസ്? കുറേ ആൾ വരുന്നുണ്ടല്ലോ ഗൈസ്. എനിക്ക് ഭക്ഷണം കഴിക്കണ്ട. ഉച്ചയായി. 1:12, 1:13, 17 ആയി. ഇത് ഭക്ഷണം കഴിക്കണ സെറ്റപ്പ് ഒന്നുമില്ലേ? 32 എങ്ങനെയാവുക?
5, 20, 30 അങ്ങനെയാണ് ഗൈസ്. 2 പുഷ്പ ഓക്കെ. 20 സ്റ്റക്കായിപ്പോയി. ഓക്കെ, 7.68. ഒരു സാധനം പോലും ഇല്ല. എല്ലാം തീർന്നാ കേട്ടാ. പക്ഷെ പുറത്ത് സാധനമുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എന്നാന്ന് ചോദിക്കാത്തത്. ആദ്യത്തും കുടുങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ, വരുന്നില്ല ഇങ്ങോട്ട്. അതെ, സാധനം എല്ലാം എടുത്ത് വെക്കണം ഗൈസ്. ഇപ്പം എന്താ ചെയ്യുക, നമ്മളെന്നെ സഹായിക്കാൻ ആരുമില്ല ഗൈസ്. അപ്പോൾ മൂഞ്ചി ഇങ്ങോട്ടാക്കിക്കാണാ. കട മൂഞ്ചി എന്നാൽ സാധനം എടുത്ത് വെക്കണോ. ഒന്ന് മാത്രമേ അവിടെ വെക്കാൻ പറ്റൂ. ഓക്കെ, ഇത്ര ഓർഡർ ചെയ്തിന് നമ്മൾ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഗൈസ്. കണ്ടോ, എക്സ്പെൻസീവ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഓയിലിന് അത്യാവശ്യം കുറച്ച് പൈസ കുറവാണ്. റിയൽ ലൈഫിൽ ഓയിലിന് അത്ര പൈസ ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഇതിനകത്ത് കളിക്കുന്നതുകൊണ്ട് പൈസ വേണം. ഓക്കെ, 3 രൂപ. 3 രൂപ. നിനക്കൊന്നുമില്ലടാ ബാക്കി. 90 തല 70, 80, 90. ഓക്കെ, 104. ക്ലെയിമേത് ആഡ് വരല്ലേ, ഇത് വരല്ലേ. ഇത് തേങ്ങയാ. ഈ പുണ്ണാക്കന്നെ നമ്മൾ കളിക്കുന്ന ഗായ്സ്, തന്നെയാണ് നമ്മൾ കളിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ വരുന്ന എന്തുകൊണ്ടാ കഴിഞ്ഞു ഗൈസ്. ആഡിനെ കൊണ്ട് പൂരാണ് ഇവിടെ. എന്നാടൊന്നും പോവാത്ത 5 മറന്നില്ലല്ലോ. അടുത്തിട്ട് പോകും മോനെ അല്ലേ. മാനേജർ റെറ്റെയിൽ സ്റ്റോർ ഒന്ന് ഇതിൻ്റെ കോപ്പി ഗെയിമാണ്, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി ഗെയിമാണ് ഇത്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് ഗെയിം കളിച്ചാൽ പോരെ. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ 55 സബ്സ്ക്രൈബേഴ്സ്. എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നതിൽ. ഇപ്പോൾ 55 അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം 100 സബ്സ്ക്രൈബേഴ്സാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരും എന്നെ എത്തിക്കുക. അപ്പോൾ ബിഗ് താങ്ക് യു ഫോർ എൻ്റെ ഈ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സഹായിച്ചത് എനിക്ക് നല്ല സന്തോഷം. അപ്പോൾ ബിഗ് താങ്ക് യു ഫോർ 50 സബ്സ്ക്രൈബേഴ്സ്. നമ്മളെല്ലാവരെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9 മണിയായി. നെക്സ്റ്റ് ഡേ നമുക്ക് വേണം തുടങ്ങാം. പക്ഷേ നെക്സ്റ്റ് ഡേ തുടങ്ങുന്നതിന് മുമ്പേ സംഭവമുണ്ട് ഗൈസ്. ഇതെല്ലാം എടുത്ത് വെക്കണ്ടേ. എല്ലാം ബാസ്ക്കറ്റ് കൊണ്ടുവരുന്നു.
ടോട്ടൽ സ്പെൻഡിങ് അത്യാവശ്യം പൈസ ഇന്ന് കിട്ടി. ദേഷ്യം പിടിച്ച് കയറുന്നുണ്ട് ആഡ്. ഇപ്പോൾ ടോട്ടൽ ഇൻഡിപെൻഡൻസ് 100 ഇലക്ട്രിക്കൽ ഡിവൈസ് വേണ്ട. ഐ വിൽ പേ എന്നോള് വേണ്ടി സഹായിക്കൂ നമ്മളാ. വാടാ ഗൈസ്, കോളടിച്ച് നമുക്ക് ഈ സാധനമെല്ലാം വെക്കാം. ഗൈസ് കോളടിച്ച് ഞാൻ വിചാരിച്ചു നമ്മൾ തന്നെ ആക്കേണ്ടി വരുമെന്ന് ഈ ഗെയിമിൽ. പക്ഷേ നമുക്കൊരാളുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത ഡേ മുതൽ ഇവക്ക് പൈസ കൊടുക്കേണ്ടി വരുമെന്ന്. അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് ഒരു ആഡ് കാണേണ്ടി വരും. എന്തൊക്കെയായാലും ഞാൻ എല്ലാ ദിവസവും ഒരു ആഡ് കാണും. അതപ്പോൾ സ്വസ്ഥതയായിട്ട് നമുക്ക് എല്ലാ സാധനവും സെറ്റാക്കുകയും ചെയ്യാം. പുറത്ത് പോയിട്ട് പണിയെടുക്കുകയും ചെയ്യാം. പുറത്ത് പോയിട്ട് പണിയെടുക്കാന്നല്ല, കറങ്ങുകയൊക്കെ ചെയ്യാം. ഒരു ഫ്രൂട്ട്സ് പോലും ഇല്ല ഗൈസ്. പറഞ്ഞിട്ടുള്ള ഓക്കെ കേസ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ട് ചെയ്യാൻ നമ്മളൊക്കെ എല്ലാം. നമുക്കെല്ലാം ഒന്ന് കറങ്ങിയിട്ട് തരാം ഗൈസ്. അങ്ങോട്ട് കിടന്നാൽ പോകാൻ പറ്റില്ല. ഇങ്ങോട്ടും പോകാൻ പറ്റും. ബിഗ് സെയിൽ. ആഡിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ 1000 ഉറുപ്പിക വരെ കൊടുക്കും. അമ്മാതിരി അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ആഡ്. വേണം 1000 ഉറുപ്പിക വരെ എടുക്കും. ഏതെങ്കിലും ആപ്പിൽ കൂടെ ആഡ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നോക്കി പ്രൈസായിട്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ട് പറയുന്നത് പോണോ? വൺ മിനിറ്റ് ഗൈസ്, എൻ്റെ വോയിസ് ഓവറിൻ്റെ അവസാനം ഓക്കെ തിരിച്ചൊന്ന് കോയിൽ കുറച്ചൊന്നും 153 ഇത്രയൊക്കെ ചെയ്ത് ഞാൻ ഹണി ബ്രെഡ് ഇരുന്നു. അൺലോക്ക് സ്റ്റോർ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചേഴ്സ് എൻ്റെ ഫോണിൻ്റെ സ്ക്രീന് ഇത് ഓക്കെ എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോണിൻ്റെ സ്ക്രീനും ഹൂ ആർ യു ആഡ് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് ചെറുങ്ങനെ ഡിസ്ലൊക്കേറ്റഡ് ആകുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു കുഴപ്പമാണ്. വീഡിയോ കഴിയുന്നറിയാൻ മിക്കവാറും നോക്കാം. ഇത് അത്യാവശ്യം നല്ല ഗെയിമാണ്. ഇതിൻ്റെ കോപ്പി ഗെയിമാണ്. അത് ഇതിൻ്റെ കോപ്പി ഗെയിമാണെന്ന് അറിയില്ല. എനിക്കൊന്നും ഇതാണ് ആ കോപ്പി ഗെയിമെന്ന്. അത് റിയൽ ഗെയിമാണ്. ഡേ 2
12:58 1 മണി അതെല്ലാം കാണുന്നു. അവിടെ ഗെയിംസ് നിന്നുണ്ട്. അന്നാ സംഭവം നമ്മൾ ടോക്കൺ ഡെവലപ്പിലെ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുമോ? ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല. ഞാൻ വോയിസ് ഓവറിലാണ് അത് പറയുന്നത്. അതുകൊണ്ട് തുറന്നു നോക്കുന്നൊന്നുമില്ല. ഓക്കെ, പർച്ചേസ് എ ഫ്രിഡ്ജ് ഓർ ഷെൽഫ്. ഇടാ മോനെ ഇത്രയും വലുതെല്ലാം വന്നോ? ഇത് ഫ്രിഡ്ജാ? ഇത് ഫ്രിഡ്ജല്ലേ? ഓക്കെ, ഇവിടെ വെക്കാമെന്ന് പറയാനത്. ഇവിടെ വെക്കാം. ഓക്കെ, കൊക്കക്കോളയല്ലേ പക്ഷേ ഇതിൻ്റെ അകത്ത് ലാല എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇടാം ജോയ്ഫുൾ. കൊക്കക്കോളക്ക് അത്യാവശ്യം പൈസ കൊടുക്കണം. വേണ്ടെന്ന് ഗൈസ്, കൊക്കക്കോളക്ക് അധികം പൈസ ഒന്നും കൊടുക്കണ്ട. പിന്നെ കൊക്കക്കോള കുടിക്കാനും പാടില്ല. ദൈവമേ, വരല്ലേ. ഞാൻ ക്ലെയിം ചെയ്യാൻ പോവാണ് ഗൈസ്. മോനെ നമ്മുടെ വീട് വൃത്തിയാക്കുന്നു. നീഡ് മാൻ പവർ, മാൻ ആൻഡ് വുമൺ. ഓക്കെ, അത് ഞാൻ തന്നെ നോക്കി. ഓക്കെ, ബാക്കി ഇതൊക്കെ തീർന്ന. ഫോണിൻ്റെ സ്ക്രീന് സ്റ്റക്കാണ്. പക്ഷെ സമയമൊക്കെ പോകുന്നുണ്ട്, ആളും പോകുന്നുണ്ട്. പക്ഷേ ഇത് നിൽക്കാൻ പറ്റുന്നില്ല. ഓയിൽ. ഓക്കെ, ആപ്പിൾ ഓർഡർ ചെയ്തിരുന്നു ഗൈസ്, എനിക്ക് ഓർമ്മയില്ല. ഗൈസ്, ഈ സാധനം കയറ്റൊന്നും വേണ്ട, ChatGPT കയറ്റിയാൽ മതി. സെറ്റായിട്ട് കിപ്പിളിയാക്കാം. എന്നാൽ ഫൈൻഡ് ഹോളി റിത്തം മോൺ ആപ്പിളിന് എത്ര വിഷയം. അടുത്ത ആപ്പിൾ എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മൾ. അതെല്ലാം എന്തില്ല എക്സ്പെൻസീവ് തോന്നി. ഇല്ല, ഇങ്ങനെ വട്ടി പോകുന്നു. എട്ടേന്ന് ആവാനായി. കടപൂട്ടേണ്ട സമയമായി ഗൈസ്. കടപൂട്ടാനായി ഇനി കുറച്ച് മിനിറ്റും കൂടിയുള്ളൂ. ഷെൽഫ് ഫുള്ളായി ഗൈസ്. മൂഞ്ചിരിക്കുന്നു മുമ്പ്. ബ്രെഡെല്ലാം തീരുന്നുണ്ട് ഗൈസ്, നല്ലോണം തീരുന്നുണ്ട്. എല്ലാം ഫ്രൂട്ട്സ് അല്ലാതെ കാരണങ്ങളുണ്ടോ?
ഓർഡർ ചെയ്യണം. എന്താ 9 മണിക്ക് ശേഷം അത് ഓപ്പൺ ആയിരിക്കില്ല, ക്ലോസ് ആയിരിക്കും. ഓക്കേ, ഇപ്പോൾ ഇന്നൊക്കെ പോവാത്ത എക്സ് മാർക്ക് കൊടുത്തു. ഡോറേനെ പോലെ നിങ്ങൾ കാണുന്നുണ്ടോ എക്സ് മാർക്ക്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം പോയി. അത് ഡോറേന് ഇഷ്ടമല്ല, ഒച്ച കേൾക്കാണ്ടിരിക്കാനാണ് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഫേവറേറ്റ് കാർട്ടൂൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ കാർട്ടൂണൊന്നും കാണാനില്ല, ഞാനിപ്പോൾ സിനിമയാണ് പകുതിയും കാണൽ. പിന്നെ എപ്പോഴെങ്കിലും ഇന്ന് കാർട്ടൂൺ കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ടുമാറോ ഈസ് മൈ ബർത്ത്ഡേ ഗൈസ്. അപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ഇത് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ ജന്മദിനമാണ്. അപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുന്നു എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ വീട് കണ്ണൂർ തലശ്ശേരി വഴി കതിരൂർ PO 670642. എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വരിക. കേക്കും തിന്ന് പായസം കുടിച്ചിട്ട് പോവാം. വരുന്നതിൻ്റെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരിക. ഓക്കെ, എല്ലാം മാറ്റാം. പോയി പപ്പ ഷുഗർ നോ പപ്പ. സാധനം ഓർഡർ വാങ്ങിയിട്ടുണ്ട്. കൊക്കക്കോള നല്ല വിലക്കാട്ടാ പോകുന്ന, നല്ല ഇതുണ്ട്. ഓക്കെ, ഓയിലാണ് ഗൈസ്. ഇതിൽ 4 വെക്കാം, പിന്നെ 10 വെക്കാം. ഓക്കെ, കട്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് നല്ല സാധനം. ഒരു മിനിറ്റാണ് സാധനം കഴിച്ചു. ഞാൻ 2 ഓർഡർ വെറുതെ അല്ല. എൻ്റെ പൈസ 800 സംതിങ് 300 ആയി. 2 200 പൈസ കൂട്ടിയിട്ട് 500 ആയി. ഞാൻ മേടിക്കുന്ന പൈസയും കുറഞ്ഞ് 2 പെട്ടിയും വന്ന്. ഇനി വീട്ടിലും വെക്കാം. കുറച്ച് ഫ്രൂട്ട്സാണ് ആവശ്യം. ഇത് ആവശ്യമുണ്ട്. ഇതെടുക്കാം. പക്ഷേ സൗണ്ട് കുറച്ചിട്ടുണ്ട്. സൗണ്ട് കൂട്ടണം വേണ്ടല്ലോ. ഓക്കെ, ഇവിടുത്തെ എന്തെങ്കിലും ഓപ്പണോ അല്ല. എനിക്ക് വേണ്ട. പക്ഷേ പർച്ചേസ് ചെയ്താൽ പറ്റും കേസ്. പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മെസ്സി ആയതുകൊണ്ട് ഞാൻ ഈ ആഡിനെ കുറ്റം പറയുന്നില്ല. സോക്കർ സൂപ്പർ സ്റ്റാർ സോക്കർ ഗൈസ്, ആ ഹിന്ദിയും കൂടി വായിച്ചിട്ടുണ്ടാവില്ല. സോക്കർ സൂപ്പർ സ്റ്റാർ സോക്കർ എന്ന് വന്നത്. സെക്ഷൻ 2 ഏതാടാ? സെക്ഷൻ 2 ഏതാ? ഓ ഇതല്ലേ. അപ്പം നമുക്ക്
ഫ്രിഡ്ജ് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ താകുമ്പോൾ ആൾ സെക്ഷൻ 2ലും കിടന്ന് ഇറങ്ങിക്കോളും. ഓക്കെ, ഇത് കൊണ്ടുവരണം. ഇല്ല, ഇത് ഇടാൻ നട്ടു. നമുക്ക് അതിലുള്ള സമയം കൊണ്ട് ഇതെല്ലാം പെറുക്കിൻ്റെ ഉള്ളിലിടാം. പോകാൻ എത്ര നേരമുണ്ട് ഗീസ്. അയ്യോ, ഇപ്പം വീഴുന്ന പോലെ കണ്ടില്ലേ? അയ്യോ, ഗൈസ്, നമ്മൾ ഇതുവരെ ഇട്ട വീഡിയോയിൽ ഇതാണ് ലോങ്ങസ്റ്റ് വീഡിയോ. ഒരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് 25 മിനിറ്റ് ആയിരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിൻ്റെ ഫസ്റ്റ് വീഡിയോ. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്ന അതിൻ്റെ അകത്തായിരുന്നു അത് വീഡിയോ. പക്ഷേ ഇത് 30 ഉണ്ട് ഗൈസ്. അത് 25എങ്കിൽ ഇത് 30 ഉണ്ട്. പിന്നെ ഇത് ഷൂട്ടിങ്ങോ അങ്ങനത്തെ കളിക്കേണ്ട ഗെയിമൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് ഇതിനെ കുറച്ച് കൂടുതൽ കൊണ്ടുപോയത്. ആരെങ്കിലും ഒന്ന് സഹായിക്കടാ. 500 പേരാടാ, 1000. ₹50 ആരാ സഹായിക്കടാ. ഇത്രയും വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ട് ഒഴുത്തി അടന്ന് തള്ളി നോക്കുന്ന ഞാനെടുത്ത് പുറത്തത്തെ സാധനം പുറത്തിയാക്കുന്നു. എൻ്റെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് ഇത് വാടകയ്ക്ക് എടുത്തൊന്നുമില്ല കേസ്. ഞാൻ സ്വന്തം സൂപ്പർ മാർക്കറ്റിൽ എന്നെക്കൊണ്ട് തന്നെ വൃത്തിയാക്കിക്കുന്നു. ഒരു കാര്യം, ഞാൻ അവിടെ നിന്നിട്ട് ഓൾ ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റാൻ പറ്റിയ നല്ലതായിരുന്നല്ലേ. നമ്മൾ നിൽക്കട്ടെ. കണക്കുണ്ട് കാണിച്ചും ദൂപ്പാട് ഇളക്കും. എന്നെക്കാളും നല്ല കുറച്ചുകൊണ്ട് വൃത്തിയാക്കുന്നു. കയറ്റി എക്സ്പെൻസീവ് നന്ദി മേടിക്കണ്ട, പോയിക്കോ. അവിടെ കോക്കോല എടുക്കാൻ പോകുന്നുണ്ട്. അതാ പണിയെടുക്കുന്നില്ല. വെക്കുന്നില്ലെന്നല്ലേ പൈസ കൊടുത്തിട്ടില്ല പറഞ്ഞല്ലോ. പൈസ കൊടുത്തിട്ടില്ലല്ലോ. നമ്മുടെ സമയം വേസ്റ്റാക്കിയിട്ട് കിട്ടുന്നില്ലേ. ഇത് ഒരു ആഡ് 30 സെക്കൻഡിൻ്റെ ഒരു ആഡ് കണ്ടിട്ട് കിട്ടുന്നില്ല ഗൈസ് ഇത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറയാൻ പറ്റൂല ഗൈസ്. ആരും ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും ഷെയർ ചെയ്യാതെയും പോകരുത്. പിന്നെ എൻ്റെ വീഡിയോസും എൻ്റെ ഗെയിമിങ് സ്റ്റൈലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക. ഒരു റെഡ് ഹാർട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്. പോകുന്നതിന് മുമ്പ് ഒരു ആഡ് എന്ന് വേണേൽ പറയാം നമുക്ക്. ഈ ആഡിനെ ഓക്കേ. ടൊമാറ്റോ സോസ് വെള്ളമുണ്ട് ഗൈസ്, പക്ഷേ ഇതുവരെ വെള്ളം കണ്ടിട്ടില്ലല്ലോ. ഇതെവിടെയാണ് ഗൈസ് വെള്ളം? ഞാൻ വെള്ളം കണ്ടിട്ടില്ല. പിന്നെ കോഫി ഷോപ്പുണ്ട് ഗൈസ്. ഞാൻ ഈ ഗെയിം കളിക്കില്ല. ആദ്യം ഇത് കളിക്കുമെന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. ഈ ഗെയിം ഏകദേശം തന്നെയാണ്. കുറച്ച് സംഭവങ്ങളൊക്കെ കൂടുതലുണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. ചിലപ്പോൾ തന്നെയായിരിക്കും സംഭവം. ഇങ്ങോട്ട് സൈക്കിൾ ഫിറ്റായിരിക്കും. ഇങ്ങനെ കോഫി ഷോപ്പെല്ലാം തുടങ്ങാൻ പറ്റുക. ടു പ്ലീസ് പ്രൊട്ടക്റ്റ്. നമുക്കിതിൻ്റെ ഭാവി കാണിച്ചു. അതൊന്നും പണിയെടുക്കണ്ടല്ലോ.
കുറച്ചാൾ വരുന്നുണ്ട് ഗൈസ്, കുറച്ചധികം ആൾ വരുന്നുണ്ട്. 9 മണിയാവാൻ ഇനി കുറച്ച് നേരം കൂടിയുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതാണ് ആൾക്കാർ വരുന്നത്. ഓക്കെ, 9 മണി ക്ലോസായി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.